സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടിൽ അവരുടെ ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ട് RCB വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 35 റൺസിന്റെ വിജയം സ്വന്തമാക്കിക്കൊണ്ട് സീസണിലെ രണ്ടാമത്തെ വിജയം RCB സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത RCB നേടിയത് 206 റൺസ് ആയിരുന്നെങ്കിൽ സാധാരണ 250ഉം 270ഉം ഒക്കെ എടുക്കുന്ന സൺറൈസേഴ്സിനെ 171 റൺസിന് തളച്ചുകൊണ്ടായിരുന്നു RCBയുടെ മിന്നുന്ന വിജയം. ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ പടിത്തറിന്റെയും വിരാട് കോഹ്ലിയുടെയും അർദ്ധ സെഞ്ചുറി ബലത്തിലാണ് ഇത്ര മികച്ച റൺസിലേക്ക് RCB എത്തിയത്. കാമറോൺ ഗ്രീനും മികച്ചു നിന്നു. സൺറൈസേഴ്സിന് വേണ്ടി ജയദേവ് ഉനാദ്കട്ട് 3 വിക്കറ്റ് നേടിയപ്പോൾ തീരന്ത് രാജൻ 2 വിക്കറ്റ് നേടി. പാറ്റ് കമിൻസും മാർക്കണ്ടയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി. അനായാസ വിജയം പ്രതീക്ഷിച്ചിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആകെ താളം തെറ്റി. ട്രാവിസ് ഹെഡിനെ 1 റണ്ണിന് നഷ്ടമായി. പിന്നീട് മാർക്കറത്തിനെയും നിതീഷ് റെഡ്ഡിയെയും ക്ലാസിനെയും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ഷബാസ് അഹമ്മദും അഭിഷേക് ശർമ്മയും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ 31 റൺസിന് അഭിഷേക് വീണപ്പോൾ 40 റൺസിന് ഷബാസ് അഹമ്മദ് നോട്ട് ഔട്ട് ആയി നിന്നു. അബ്ദുൽ സമദും പാറ്റ് കമിൻസും ഭുവനേശ്വറും ഒക്കെ ആഞ്ഞ് പരിശ്രമിച്ചെങ്കിലും RCBയുടെ ഇന്നത്തെ ബോളിംഗ് മികച്ചതായതുകൊണ്ട് വിജയം RCBക്കൊപ്പം തന്നെ നിന്നു. ഗ്രീനും സ്വപ്നിൽ സിംഗും കരൺ ശർമ്മയും 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ യഷ് ദയാലും വിൽ ജാക്സും ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി. മുഹമ്മദ് സിറാജ് 4 ഓവറിൽ വിട്ടുകൊടുത്തത് വെറും 20 റൺസ് മാത്രമാണ്. ബാറ്റിംഗ് പർദീസ പോലുള്ള സൺറൈസേഴ്സ് വിക്കറ്റിൽ ശരിക്കും RCB ബോളർമാർ സമ്മർദ്ദം കൊണ്ട് വലിഞ്ഞു മുറുക്കിയ കാഴ്ചയാണ് കണ്ടത്. വമ്പൻ പ്രതീക്ഷയോടുകൂടെ വന്ന പല സൺറൈസേഴ്സ് താരങ്ങളെയും പെട്ടെന്ന് ക്രീസിൽ നിന്നും വിടിയിച്ച RCBക്ക് തന്നെയാണ് വലിയ കൈയടി നേടേണ്ടത്. RCBയെ സംബന്ധിച്ചിടത്തോളം സീസണിലെ രണ്ടാമത്തെ വിജയമാണ്. പ്ലേ ഓഫ് സാധ്യതകൾ ഏകദേശം അസ്തമിച്ചെങ്കിലും 10ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് RCB. പോയിന്റ് പട്ടികയിൽ പഞ്ചാബിനൊപ്പം പോയിന്റ് നില ഉണ്ടെങ്കിലും റൺ റേറ്റിൽ ഏറെ താഴെയാണ്. സൺറൈസേഴ്സ് ആകട്ടെ 3ാം സ്ഥാനത്ത് 10 പോയിന്റുകളോടുകൂടെ മികച്ച റൺ റേറ്റിൽ അതിശക്തമായി തുടരുന്ന കാഴ്ചയുമുണ്ട്. വരും മത്സരങ്ങൾ ആകാംക്ഷയോട് കൂടെ തന്നെയാണ് പലരും കാത്തിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ IPLനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ്.